LDF തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MP. 20 സീറ്റിലും വിജയം ഉറപ്പാക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. കേന്ദ്ര സർക്കാരിന്റെ ഒന്നാം നമ്പർ ശത്രു കേരളമെന്നും ദില്ലി സമരം മോദിക്കുള്ള മറുപടിയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIക്ക് 20 സീറ്റും പ്രധാനമാണ്. എല്ലാ സീറ്റിലും ഉചിതമായ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MP പറഞ്ഞു. CPIക്ക് 20 സീറ്റും പ്രധാനമാണ്. ആ സീറ്റുകളെല്ലാം ഞങ്ങളുടേതാണ്. 20 ഞങ്ങളുടേതാണ്. അവിടെ LDFിന്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി LDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. സ്ഥാനാർത്ഥിയെപ്പറ്റി നിങ്ങളുടെ ആശങ്ക ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇലക്ഷന്റെ പ്രഖ്യാപനം വന്നു കഴിയുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ടാകും. ഒട്ടും വൈകാതെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് കോൺഗ്രസിന് മറുപടി നൽകേണ്ടി വരും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട സമര കേന്ദ്രം ഏതാണ്? യുദ്ധരംഗത്തിന്റെ പ്രധാനപ്പെട്ട സ്പോട്ട് ഏതാണ്? BJPക്ക് ആധിപത്യമുള്ള മഹാഭൂരിപക്ഷ MPമാരെയും പറഞ്ഞയക്കുന്നത് നോർത്ത് ഇന്ത്യയാണോ, അതോ 20 MPമാരെ മാത്രം പറഞ്ഞയക്കുന്ന തെക്കേ കോണിലുള്ള ഈ കേരളമാണോ? രണ്ടാം ചോദ്യം: ഈ വലിയ സമരത്തിൽ കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി RSS BJP ആണോ, അതോ ഇടതുപക്ഷമാണോ? ഇന്ത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിന് ഈ രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അവർ ഉചിതമായ തീരുമാനം കൈക്കൊള്ളട്ടെ. ജനങ്ങൾ LDFനൊപ്പം നിൽക്കുമെന്ന വിശ്വാസമാണ് നവകേരള യാത്രയിലും ദില്ലി സമരത്തിലും കണ്ടത്. കേരളത്തെ ഒന്നാം നമ്പർ ശത്രുവായി കാണുന്ന കേന്ദ്രത്തിനുള്ള മറുപടിയായി മാറി ദില്ലി സമരം. അങ്ങേയറ്റം അന്ധമായ രാഷ്ട്രീയ വൈരം മൂലം കേന്ദ്രത്തിലെ ഗവൺമെന്റ് കേരള സർക്കാരിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയാണ് ഏറെക്കാലമായി. LDF സർക്കാരിനെ ഒന്നാം നമ്പർ ശത്രുവായി കാണുകയാണ്. ആ ഡൽഹി സമരം ദേശീയ രാഷ്ട്രീയം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മഹത്തായ സമരമായിരുന്നു. ആ സമരം നരേന്ദ്രമോദിക്കുള്ള മറുപടിയായി മാറി. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പരാജയപ്പെട്ടത് മോദിക്ക് മാത്രമല്ല, അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ പോലും വിസ്മരിച്ചുകൊണ്ട് കേരളത്തിലെ നേതാക്കന്മാരായ കോൺഗ്രസ്സുകാർ അവരും BJPയെ പോലെ സംസാരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.